സ്ത്രീ അബലയാണെന്നാണല്ലോ പൊതുവെയുള്ള വയ്പ്. എന്നാൽ ഇവിടെ ഇതാ ഒരു സ്ത്രീ, വിശുദ്ധ മോനിക്ക. ദുർനർത്തക്കാരായ ഒരു ഭർത്താവിൻ്റെയും മകന്റെയും ഇടയിൽ, വഴക്കിടാൻ മാത്രമറിയാവുന്ന അമ്മായിയമ്മയുടെ ഇടയിൽ ഒരു സന്ദർഭത്തിലും പതറാതെ ദൈവത്തിൽ മാത്രം ശരണം വെച്ച് തൻ്റെ നിരന്തരമായ പ്രാർത്ഥനയുടെയും വർഷങ്ങളായുള്ള കാത്തിരിപ്പിൻ്റെയും ഫലമായി ചെന്നായ്ക്കളെ വിശുദ്ധരാക്കി മാറ്റിയ ഒരു അമ്മ. ഈ അമ്മയുടെ ജീവിതം ഇത്തരം വിഷമസ്ഥിതിയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു മാതൃകയാവട്ടെ. മേരിക്കുട്ടി ചേച്ചി, ഒന്ന് നിന്നേ. എന്താ കരയുകയാണോ? എന്തോ വല്ലാത്തൊരു ക്ഷീണം പോലെ. എൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ. എല്ലാ തരത്തിലും എൻ്റെ ജീവിതം നശിച്ചു. ഒരു ഭാഗത്ത് കുടുംബത്തെ ഒരിക്കലും സമാധാനം തരാത്ത കുടിയനായ ഒരു ഭർത്താവ്, മറുഭാഗത്ത് കള്ളും കഞ്ചാവുമായി നടക്കുന്ന മോൻ. ഇപ്പോൾ അവൻ്റെ പേരിൽ പെണ്ണ് കേസ് പോലും ഉണ്ടെന്നാ കേൾക്കണേ. ഇതെനിക്ക് താങ്ങാനാവുന്നില്ല അമ്മേ. മേരിക്കുട്ടി ചേച്ചി കരയാതെ. ദൈവത്തിന് മുമ്പിൽ എന്തിനാ ഒരു പരിഹാരമില്ലാത്തത്? ചേച്ചിയെ കാണുമ്പോഴൊക്കെ എനിക്ക് മോനിക്ക പുണ്യവതിയാണ് ഓർമ്മ വരുന്നത്. പ്രാർത്ഥനയോടെയും ക്ഷമയോടെയും കൂടിയുള്ള കാത്തിരിപ്പാണ് മോനിക്കയെ വിശുദ്ധിയാക്കിയത്. വാ, ആ കഥ ഞാൻ മോൾക്ക് പറഞ്ഞു തരാം. വന്നേ. സെലിന, മൈ ഡാർലിംഗ്, നീ ഇന്ന് പതിവിലേറെ സുന്ദരിയായിരിക്കുന്നു. പെട്രീഷ്യസ്, മൈ ഡാർലിംഗ്, ഇന്ന് മദിരാശ അല്പം കൂടിയിട്ടുണ്ട്. നീ എൻ്റെ മനസ്സിലെ രാജകുമാരി. ആ മോനിക്കയില്ലേ, വെറും പാഴ്. അവളിപ്പോൾ ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽപ്പായിരിക്കും. അവളെ പറഞ്ഞു വിട്ടിട്ട് നിന്നെ ഞാൻ എൻ്റെ റാണിയാക്കും. മോനിക്ക, എടി മോനിക്ക, ഇവിടെ വാടി. കുപ്പിയും ഗ്ലാസും കൊണ്ട് വാടി ഇവിടെ. നിങ്ങൾ ഇപ്പോൾ തന്നെ നന്നായി കുടിച്ചിട്ടുണ്ട്. ദൈവത്തെ പ്രതി നിങ്ങളുടെ മക്കൾക്ക് ദുർമാതൃക കൊടുക്കല്ലേ. ഇനിയും നിങ്ങൾ കുടിക്കല്ലേ. നീയാരാടി എന്നോട് കൽപ്പിക്കാൻ? നീയും നിന്റെ ഒരു യേശുവും ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ, അരുതേ അരുതേ. ദൈവമേ, ഇവരോട് ക്ഷമിക്കണമേ. സെലിന, വാ, ഇവിടെ ഒന്നും ശരിയാവത്തില്ല. നമുക്ക് ക്ലബിലേക്ക് തന്നെ പോകാം. അഗസ്റ്റിൻ, അഗസ്റ്റിൻ, നിന്റെ ഈ കൂത്തൊന്ന് നിർത്തുന്നുണ്ടോ? ദൈവം എല്ലാം കാണുന്നുണ്ട്. നിന്നെ പറ്റി പലതും ഞാൻ കേൾക്കുന്നുണ്ട്. ഒരമ്മയ്ക്കും ഇത് സഹിക്കാൻ കഴിയുന്നില്ല മോനെ. ദൈവം തമ്പുരാൻ നൽകിയ 6-ാം പ്രമാണം പോലെ ലംഘിച്ചാണ് നീ ജീവിക്കുന്നതെന്ന് ഈ അമ്മയ്ക്കറിയാം. എന്തിനാ മോനെ ഈ അമ്മയെ നീ ഇങ്ങനെ തീ തീറ്റുന്നത്? ഈ അമ്മയ്ക്കിത് സഹിക്കാൻ കഴിയുന്നില്ല മോനെ. കേട്ടില്ലേ ഒരു തള്ളയുടെ വിലാപം? ഈ തള്ളേ, എനിക്ക് കുടിക്കണം, സുഖിക്കണം, ആനന്ദിക്കണം. ഇവിടെ നിന്നാ ഒന്നും നടക്കില്ലടേ. ഞാൻ പോവുക, എവിടേക്കെങ്കിലും പോവുക. ഈ നാട് വിട്ട് തന്നെ പോവുക. എന്നാ കുറച്ച് ക്യാഷും കൂടി എടുത്തോളോ. ഈ വേണ്ട വേണ്ട, അതൊക്കെ ഉണ്ടടേ. തള്ളേ, ഞാൻ അങ്ങോട്ട് പോവാ. മോനെ പോവല്ലേ മോനെ. ഒന്ന് പോതള്ളേ. മോനിക്കേ, എടി മോനിക്ക, ഈ മൂതേ എവിടെ പോയി കിടക്കുക? ഇങ്ങോട്ട് വാടി. വന്ന് കുഴമ്പിട്ട് എൻ്റെ കാലൊന്ന് തിരുമ്മേടി. എടി ഒരുമ്പെട്ടവളെ, എന്താടി കാട്ടണേ? നിനക്കൊന്ന് പതുക്കെ തിരുമ്മിക്കൂടെ? കാല് വേദന എടുത്തിട്ട് വയ്യ. എടി ഒരുമ്പെട്ടവളെ, എന്താടി കാണിക്കണേ? മോനിക്കാമ്മേ, നിങ്ങൾ വളരെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. ഒരു ഗ്ലാസ് പാലും ഞാൻ കുടിച്ചുകൂടെ?
കുറെ കാലമായില്ലേ ഈ ഓസ്തിയും വെള്ളവും കുടിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്? വേണ്ട സാറാമേ, എനിക്കിനി പോഷകാഹാരമൊക്കെ എന്തിനാ? ഭർത്താവും അമ്മയും മരിച്ചതിൽ പിന്നെ ഞാൻ ജീവിതം തന്നെ മടുത്തു. ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ എൻ്റെ മകന് ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. മോനിക്കമ്മേ, നിന്റെ നിരന്തരമായ പ്രാർത്ഥന മൂലം നിന്റെ ഭർത്താവും അമ്മയും മനസ്തപിച്ച് ക്രിസ്ത്യാനിയായി തന്നെ മരിച്ചല്ലോ. ഇതുപോലെ നിന്റെ മകനെയും നിനക്ക് തിരിച്ചു കിട്ടും. നീ പറയുന്നത് സത്യമാണ് സാറാമേ. എനിക്ക് ഒരു കത്ത് കിട്ടി. ഇത്രയും കാലം എൻ്റെ മകൻ എവിടെയായിരുന്നു എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ മകൻ എവിടെയാണെന്ന് എനിക്കറിയാം സാറാമേ. അവൻ ഇറ്റലിയിൽ ഒരു സന്യാസാശ്രമത്തിലായിരുന്നു. അവനിപ്പോൾ ഒരു പുരോഹിതൻ കൂടിയാണ്. ഇന്നവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് സാറാമേ. കാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആ സാറാമേ, എൻ്റെ മോൻ തന്നെ. നീ അവന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. ഞാൻ എൻ്റെ മോനെ ഒന്ന് കാണട്ടെ. അമ്മേ, എൻ്റെ മോനെ. അമ്മേ, ഞാൻ എത്ര പാപിയാണ്. എൻ്റെ ദൈവത്തെയും അമ്മയെയും ഞാൻ എത്രയാണ് ദുഃഖിപ്പിച്ചത്. ദൈവം എൻ്റെ കണ്ണ് തുറപ്പിച്ചു അമ്മേ. ഞാൻ ഇന്ന് അമ്മ പണ്ടേ സ്വപ്നം കണ്ട ആ അഗസ്റ്റിനായിട്ട് മാറിയിരിക്കുകയാണ്. ഞാനിനി എൻ്റെ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കും. അമ്മേ, എന്നെ അനുഗ്രഹിക്കണേ. അമ്മേ, ഇത് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എത്ര നിസ്സാരം. മോനിക്ക പുണ്യവതിയെപ്പോലെ ഇനി ഞാൻ എൻ്റെ ഭർത്താവിനും മകനും വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കും. ഞാൻ അവരുടെ മാനസാന്തരത്തിനായി കാത്തിരിക്കും. ഞാനും പ്രാർത്ഥിക്കാം.